ചെന്നിത്തല മന്ത്രിയാകാൻ തയ്യാറാകുകയാണെങ്കിൽ ഒരുപക്ഷെ ആഭ്യന്തര വകുപ്പ് ചോദിക്കാനുള്ള സാധ്യത. അതിൽ കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യം ഉറപ്പാണ്. കുഞ്ഞാലിക്കുട്ടി സംശയിക്കൊന്നും വേണ്ട വ്യവസായ മന്ത്രിയായിരിക്കും. KC പക്ഷം വെക്കുന്ന പേരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AP അനിൽകുമാർ, മാത്യു കൊഴുനാട്, ഈ പേരുകൾ ഇങ്ങനെ വരും. കോൺഗ്രസ്സിൽ സതീശനൊരു തലമുറ മാറ്റത്തിൻ്റെ ഒരു വശത്ത് നിൽക്കുമ്പോൾ ആ തലമുറ മാറ്റത്തിൻ്റെ പാർട്ടാണ് ഈ പറയുന്ന പോലെ ബൽറാം വരികയാണ് ബൽറാം, ലിജു വരികയാണ് ലിജു, വിഷ്ണുനാഥ് വരികയാണ് വിഷ്ണുനാഥ്. 5ാം മന്ത്രിയോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയാണെങ്കിൽ AK അഷ്റഫ് ആകാനാണ് സാധ്യത. വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കുകയും പകരം കോൺഗ്രസ് ഭരണം കിട്ടുമ്പോൾ ഭരിച്ചിരുന്ന ആരോഗ്യ വകുപ്പ് ലീഗിന് കൊടുക്കാനാണ് സാധ്യത. കേരള കോൺഗ്രസ്സിന് മന്ത്രി ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. RSPക്ക് മന്ത്രി ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. അതുപോലെ അനൂപ് ജേക്കബ് മന്ത്രിയാവുമെന്ന് ഉറപ്പാണ്. CP ജോൺ മന്ത്രിയാവും. സ്വാഭാവികമായിട്ടും മോൻസ് മന്ത്രിയാകാനും ചീഫ് വിപ്പ് സ്ഥാനത്തേക്ക് ഉണ്ണിയാടനുമാണ് ചാൻസ്. അതല്ലെങ്കിൽ അപ്പുവര. ഇതാണ് കേരള കോൺഗ്രസിൻ്റെ ഒരു ഉറപ്പുള്ളൊരു സാഹചര്യം. KM ഷാജി വേങ്ങര എന്ന് ജയിച്ചെങ്കിലും അദ്ദേഹത്തെ കോഴിക്കോടിൻ്റെ അക്കൗണ്ടിൽ പെടുത്തിയിട്ടാണ് മന്ത്രിയായിട്ട് പരിഗണിക്കുന്നത്. പിന്നെ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാളെയും കൂടെ കോൺഗ്രസ് എടുക്കുകയാണെങ്കിൽ പരിഗണിക്കപ്പെടാവുന്ന ഒരു പേരെന്ന് പറയുന്നത് ചാണ്ടി ഉമ്മൻ്റെ. KK രമയുടെ RMB അവർ അസോസിയേറ്റ് അംഗമാണ്. അസോസിയേറ്റ് അംഗമായിരിക്കുന്ന ഒരാളെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുമോ എന്നൊരു സംഗതി ഒരു വശത്ത്. 11 ദിവസത്തെ ചർച്ചകൾക്ക് ശേഷമാണ് നമുക്കൊരു മുഖ്യമന്ത്രിയെ പോലും തീരുമാനിക്കാനായത്. ഇനി മന്ത്രിസഭ രൂപീകരണമാണ്. മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ UDFൻ്റെ ഒരു രീതി വെച്ച് നോക്കിയാൽ സീനിയോറിറ്റി പരിഗണിക്കണം. ജാതി, മതം, സാമുദായിക സമവാക്യങ്ങളെല്ലാം പരിഗണിച്ച ശേഷമേ മന്ത്രിമാരെ നിശ്ചയിക്കാറുള്ളൂ. പിന്നെ ഘടകകക്ഷികളുടെ സീറ്റും അവരുടെ താല്പര്യങ്ങളെല്ലാം പരിഗണിക്കണം. ഇത്തവണ ഒരു കാര്യം കൂടിയുണ്ട്. ഈ 10 ദിവസം നീണ്ട ചർച്ചയ്ക്കിടയിൽ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ ഈ 3 പേർക്ക് വേണ്ടിയുള്ള ചർച്ചയ്ക്കിടയിൽ എന്തൊക്കെ നീക്കുപോക്കുകളാണ് ഉണ്ടായതെന്ന് നമുക്കറിയില്ല. അതും കൂടി ഇത്തവണ പരിഗണിക്കണം. മൊത്തം ശരിക്കും പറഞ്ഞാൽ ഒരു പാക്കേജായിട്ട് എടുക്കുകയാണെങ്കിൽ 21, 4, 25 പദവികൾ എന്ന് വേണമെങ്കിൽ കണക്കൂട്ടാം. അതായത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കം 21, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ, പിന്നെ കഴിഞ്ഞ LDF സർക്കാർ കൊണ്ടുവന്ന ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി, അങ്ങനെ 25 പദവികൾ. ഇതും ക്യാബിനറ്റ് റാങ്ക്. അതെ, ഈ 25 ക്യാബിനറ്റ് റാങ്കുകൾ വീതം വെക്കുന്ന ചർച്ചകളാണ് ഇന്ന്, നാളെ, മറ്റന്നാളായിട്ട് 3 ദിവസമായിട്ട് നടക്കുക. അതിൽ ബിമിനിറ്റ് പറഞ്ഞ പോലെ ഇപ്പം കോൺഗ്രസ്സിലെ ഒരു വശം നിൽക്കുമ്പോൾ തന്നെ ആദ്യം കോൺഗ്രസ്സിലെ മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിന് മുമ്പേ ഇന്ന് വൈകുന്നേരത്തോടുകൂടിയൊക്കെ ചേർന്ന് ഈ UDFൻ്റെ ഏകോപന സമിതി യോഗം ചേരും. അപ്പോൾ എന്താ വെച്ചാൽ അവിടെ ഏതൊക്കെ ഘടകകക്ഷികൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കണം എന്നൊരു തീരുമാനം എത്തും. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ 10 ഘടകകക്ഷികൾ അടങ്ങുന്നതാണ്, കോൺഗ്രസ് അടക്കം 10 കക്ഷികൾ അടങ്ങുന്നതാണ് ഇപ്പോഴത്തെ UDF സംവിധാനം. അതിൽ JSSഉം ഫോർവേഡ് ബ്ലോക്കും ഒഴിച്ചുള്ള എല്ലാ കക്ഷികൾക്കും നിയമസഭയിൽ മത്സരിക്കാൻ സീറ്റ് കൊടുത്തു. എല്ലാ കക്ഷികൾക്കും പ്രാതിനിധ്യമുണ്ട്. അപ്പോൾ 8 കക്ഷികളെ അക്കോമഡേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഗതി കിടക്കുന്നു. ആകെ ഈ പറഞ്ഞ പോലെ 20 മന്ത്രിമാരെ പറ്റുള്ളൂ. അപ്പോൾ അതിൽ തന്നെ ചെറിയ ഘടകകക്ഷികളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസും ലീഗും കേരള കോൺഗ്രസും RSPയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുണ്ട് ഘടകകക്ഷികൾ 5 എണ്ണം. അപ്പോൾ അതിൽ അനൂപ് ജേക്കബിൻ്റെ പാർട്ടി, CMB, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കാലങ്ങളായി UDFനൊപ്പം നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ CMBയുടെ ആണെങ്കിൽ നേതാവ് CP ജോൺ ആണെങ്കിൽ എത്രയോ കാലമായിട്ട് UDFൻ്റെ ഒരു എന്താ പറയുക എല്ലാ കാര്യങ്ങളിലും ഉപദേശകനായി നിൽക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും ഇത്തവണ അദ്ദേഹത്തെ തിരുവനന്തപുരം പോലെ സീറ്റ് മത്സരിപ്പിച്ച് തന്നെ മന്ത്രിയാക്കുക എന്നുള്ള ഉദ്ദേശത്തിലുണ്ട്. പിന്നെ അതിൽ 2 കക്ഷികളുണ്ട്. ഒന്ന് KK രമയുടെ RMB, അവർ അസോസിയേറ്റ് അംഗമാണ്. അസോസിയേറ്റ് അംഗമായിരിക്കുന്ന ഒരാളെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുമോ എന്നൊരു സംഗതി ഒരു വശത്ത്. മറ്റൊരാൾ KDP പാർട്ടിയുടെ മാണി സി കാപ്പൻ UDFൻ്റെ പാർട്ടാണെങ്കിലും അദ്ദേഹത്തിന് പാർട്ടിക്ക് രജിസ്ട്രേഷൻ ഇല്ലാത്തതുകൊണ്ട് സ്വതന്ത്രനായി മത്സരിച്ചാണ് ജയിച്ചത്. പക്ഷേ UDFനൊപ്പം കഴിഞ്ഞ് 10 കൊല്ലമായി നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ മന്ത്രിയായിട്ട് പരിഗണിക്കുമോ? അങ്ങനെ പരിഗണിക്കുന്ന ഘട്ടം വരുമ്പോൾ കോൺഗ്രസ് എത്ര മന്ത്രിമാർ വരും, എത്ര മന്ത്രിമാർ വരെ പറ്റും എന്നുള്ള കണക്ക് വരുള്ളൂ. അതാണ് ആദ്യം ഈ ഘടകകക്ഷികളിൽ ഈ പറയുന്ന പോലെ കേരള കോൺഗ്രസ്സിന് മന്ത്രി ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. RSPക്ക് മന്ത്രി ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. അതുപോലെ അനൂപ് ജേക്കബ് മന്ത്രിയാവുമെന്ന് ഉറപ്പാണ്. CP ജോൺ മന്ത്രിയാവും. പിന്നെ പോയിട്ട് ഈ മാണി സി കാപ്പനും അതേപോലെ തന്നെ KK രമയും ഉൾപ്പെടുത്താൻ തീരുമാനിച്ചാൽ അത് 2.5 വർഷം വീതം ഒരു ടേം അടിസ്ഥാനത്തിൽ ചിലപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചാൽ അപ്പോൾ ഈ കോൺഗ്രസിനൊരു മന്ത്രിസ്ഥാനം കുറയാം. അത് ലീഗ് ഒരു മന്ത്രിസ്ഥാനം കുറച്ച് ലീഗുമായിട്ടൊരു കോംപ്രമൈസ് വരുമോ? ഇങ്ങനത്തേതിനെയൊക്കെ ചേർന്നാണ് അത്. ലീഗ് 5ാം മന്ത്രിസ്ഥാനം വേണമെന്നല്ല ആവശ്യപ്പെടുന്നത്. അതെ, ശരിക്കും പറഞ്ഞാൽ ലീഗിന് 5 മന്ത്രിസ്ഥാനത്തിന് എല്ലാ രീതിയിലും അർഹതയുണ്ട്. കാരണം 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭ ഉണ്ടായിരുന്ന കാലത്ത് 20 MLAമാരുണ്ടായിരുന്നു. അന്ന് ചരിത്രത്തിൽ അറിയാവുന്ന ഏറ്റവും വലിയ വിവാദമായ 5ാം മന്ത്രിസ്ഥാനം ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരികയും മന്ത്രിസഭ ഒന്നാകെ അഴിച്ചു വീണത് പല മന്ത്രിമാരുടെ വകുപ്പുകൾ മാറ്റുകയൊക്കെ ചെയ്തു. ഇപ്പോൾ 22 MLAമാരുണ്ട്. 5 MLAമാർക്ക് ഒരു മന്ത്രി എന്ന കണക്കിലാണ് ഇപ്പം തൽക്കാലം കോൺഗ്രസും UDFും മന്ത്രി ആകാം. 20 എന്ന് പറയുമ്പം കഴിഞ്ഞു, ക്രോസ് ചെയ്തല്ലോ. അപ്പം 5ാമതൊരു മന്ത്രിക്കുള്ള ഒരു ചാൻസ് അവിടെയുണ്ട്.
ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ മുഖ്യമന്ത്രിയെ നിർണ്ണയിക്കുന്നതിലൊക്കെ വി.ഡി. സതീശനോട് അത്രയും അഡമൻ്റായിട്ട് ലീഗ് നിന്നു, സതീശനെ ആക്കണം എന്ന് പറഞ്ഞൊരു ഹാർഡ് കോർ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് ഒരുപക്ഷെ മന്ത്രി ചർച്ചകളിലേക്ക് വരുമ്പോൾ ലീഗ് അത്രയും പിടിവാശി കാണിച്ചു കൊള്ളണമെന്നില്ല. കാരണം നമുക്കറിയാം ഇതിനോടനുബന്ധിച്ച് പുറത്ത് നടക്കുന്ന ചർച്ചകൾ എന്ന് പറഞ്ഞാൽ ലീഗ് എന്താ പറയുക, ലീഗിന് വഴങ്ങി കോൺഗ്രസ്, ലീഗാണ് കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് പറയുന്ന ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്തപ്പെട്ട സാഹചര്യം കൂടെ ആവും. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ലീഗിൽ 5 മന്ത്രിസ്ഥാനത്തിന് പകരം 4 മന്ത്രിസ്ഥാനവും ഒരു ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്ന ഒരു പദവി, പിന്നെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ, അതും അതിനുമായിട്ടൊരു ക്യാബിനറ്റ് റാങ്കാണ്. ഇപ്പോൾ എം കെ മുനീറിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാതെ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടാണ് കൊടുവള്ളി സീറ്റിൽ പി.കെ. ഫിറോസിന് ലീഗ് സ്ഥാനാർത്ഥി അമ്പരപ്പിക്കുന്നൊരു തീരുമാനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും എല്ലാം കണക്കിലെടുത്തിട്ടാണ്. അപ്പോൾ ലീഗ് എം കെ മുനീറിന് ആ ഒരു പദവി ആലോചിക്കുന്നു എന്നൊരു റിപ്പോർട്ടുണ്ട്. അതെ, അങ്ങനെ വരുമ്പോൾ 4 മന്ത്രിസ്ഥാനവും ഒരു ഡെപ്യൂട്ടി സ്പീക്കർ പദവിയും ഒരു ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ പദവി എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ കൊടുത്തിരുന്നത്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ലീഗിൻ്റെ അക്കോമഡേഷൻ അങ്ങനെ നടന്നു വരാം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു മന്ത്രിസ്ഥാനം കോൺഗ്രസിന് കൂടുതൽ കിട്ടുന്നൊരു സാഹചര്യം വരാം. ഘടകകക്ഷികളിൽ ഇപ്പം രണ്ടാമത്തെ വലിയ കക്ഷി കേരള കോൺഗ്രസിന് 8 സീറ്റ് മത്സരിച്ച് 7 ജയിച്ചു. സ്വാഭാവികമായിട്ടും ഒന്നിലധികം പദവികൾക്ക് അവരും അർഹരാണ്. ഒരു മന്ത്രിസ്ഥാനം കിട്ടിയുള്ളെങ്കിൽ അത് മോൻസ് ജോസഫ് ആയിരിക്കും മന്ത്രി. കാരണം പാർട്ടിയുടെ നിയമസഭാകക്ഷി നേതാവായി മോൻസിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. മോൻസ് മന്ത്രിയാകുന്നുള്ള ഷുവറാണ്. രണ്ടാമത്തെ പദവി ആർക്കായിരിക്കും? അവിടെ അതൊരു ചോദ്യമാണ്. കാരണം പി ജോസഫ് മാറി നിന്നു, മകൻ ആ പാർട്ടിയുടെ എന്താ പറയുക ഇനിയൊരു പദവിയിലേക്ക് വരുന്നു, പാരമ്പര്യമായിട്ട് വരികയാണെങ്കിൽ. അതെ, അപ്പോൾ ഈ രണ്ടാമതൊരു പദവി ഒരു പക്ഷേ ചീഫ് വിപ്പ് റാങ്ക് കൊടുക്കാനാണ് ചാൻസ്. കാരണം കഴിഞ്ഞ LDF സർക്കാരിലായാലും കേരള കോൺഗ്രസ്സിന് ഒരു മന്ത്രിസ്ഥാനത്തിന് പുറമെ ചീഫ് വിപ്പ് പദവിയായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഈ തവണയും അത് ചിലപ്പം അങ്ങനെ ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആണെങ്കിൽ അത് ഉണ്ണിയാടനാണോ അതോ പി ജോസഫിൻ്റെ മകൻ അപ്പു ആവുമോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉണ്ട്. സീനിയോറിറ്റി വെച്ചും ഒക്കെ പരിഗണിക്കുമ്പോൾ ഉണ്ണിയാടന് ആണ് സാധ്യത കൂടുതൽ. എന്നിട്ട് അപ്പുവിനെ പാർട്ടിയുടെ പാർട്ടി ലീഡറാക്കുക, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ചിലപ്പം പാർട്ടി ചെയർമാനാക്കുക, പാർലമെൻ്ററി പാർട്ടി ലീഡറല്ലേ പാർട്ടി ചെയർമാനാക്കിയൊക്കെ പി ജോസഫ് അങ്ങനെ ഒരു പരീക്ഷ നടത്തിയേക്കാം. സ്വാഭാവികമായിട്ടും മോൻസ് മന്ത്രിയാകാനും ചീഫ് വിപ്പ് സ്ഥാനത്തേക്ക് ഉണ്ണിയാടനുമാണ് ചാൻസ്. അതല്ലെങ്കിൽ അപ്പു വരാം. ഇതാണ് കേരള കോൺഗ്രസിൻ്റെ ഒരു ഉറപ്പുള്ളൊരു സാഹചര്യം. അനൂപ് ജേക്കബ് കാലങ്ങളായിട്ട് TM ജേക്കബിൻ്റെ കാലം മുതൽ UDFൻ്റെ പാർട്ടാണ്. അപ്പം സ്വാഭാവികമായിട്ടും അനൂപ് ജേക്കബിനെ മന്ത്രിയായിട്ട് പരിഗണിക്കാൻ എല്ലാ സാധ്യതയും. അത് CP ജോണും അതുപോലെ. CP ജോണിനെ മന്ത്രിയാക്കാൻ സതീശൻ എന്തായാലും അദ്ദേഹത്തെ മന്ത്രിയാക്കാനാണ് എല്ലാ സാധ്യതയും. കാരണം അങ്ങനെ ഒരു ഷുവർ സീറ്റ് തന്നെ കണ്ടെത്തി ഇത്തവണ അദ്ദേഹത്തെ മത്സരിപ്പിക്കുകയും അദ്ദേഹം ജയിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ എന്തായാലും CP ജോൺ മന്ത്രിയാവും. ഇനി അതല്ല, കോൺഗ്രസ്സിൽ ഇത്രയും 63 MLA വന്ന സ്ഥിതിക്ക് കോൺഗ്രസ്സിന് കൂടുതൽ മന്ത്രിമാർ വേണമെന്നുള്ള ഒരു ഡിമാൻഡൊക്കെ വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒറ്റ MLA പാർട്ടികൾക്കെല്ലാം LDF കഴിഞ്ഞ തവണ അനുവർത്തിച്ച പോലെ 2-2 എന്നുള്ള ഒരു ഇക്വേഷൻ വരുമോ അതറിയില്ല. ഏതായാലും നിലവിലെ സാഹചര്യം അനുസരിച്ചിട്ട് അനൂപ് ജേക്കബും CP ജോണും മന്ത്രിമാരാകാനും രമയുടെയും കാപ്പൻ്റെയും കാര്യത്തിൽ ഒരു അന്തിമ ഒരു ചർച്ചകൾക്ക് ശേഷമേ എങ്ങനെ വരും എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതാണ് പൊതുവെ ഒരു ഘടകകക്ഷികളുടെ കാര്യത്തിൽ നടക്കാവുന്ന സാഹചര്യം. ലീഗിലെ മന്ത്രിമാരിലേക്ക് വരുമ്പോൾ കുഞ്ഞാലിക്കുട്ടി എന്തായാലും മന്ത്രിയാവും. നല്ല ഭൂരിപക്ഷത്തിൽ മലപ്പുറത്തും ജയിച്ചതാണ്. 4 മന്ത്രിമാരാണെങ്കിൽ പിന്നീട് വരാനുള്ളത് ഏറനാട് MLA PK ബഷീറാണ്. സീതിയാജിയുടെ മകനാണ്. കാലങ്ങളായിട്ട് ലീഗിൻ്റെ MLA ആണ്. പിന്നെ N ഷംസുദ്ദീൻ മണ്ണാർക്കാട് നിന്ന് വരും, പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ആളാണ്. പിന്നീട് പരിഗണിക്കാവുന്ന പേരുകൾ ആരുടെയൊക്കെയാണ്? അതിൽ കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യം ഉറപ്പാണ്. കുഞ്ഞാലിക്കുട്ടി സംശയിക്കൊന്നും വേണ്ട വ്യവസായ മന്ത്രിയായിരിക്കും. അതിൻ്റെ കൂടെ IT ഉണ്ടാവാം. അത്രയും പ്രധാനപ്പെട്ട ഒരു പോർട്ട്ഫോളിയോയിൽ അദ്ദേഹം വരും. അപ്പം പിന്നെ പഴയ വ്യവസായ മന്ത്രിയും പിന്നെ അടുത്ത 4 മന്ത്രിസ്ഥാനമാണ് പിന്നെയുള്ള 3 മന്ത്രിസ്ഥാനം. അതിൽ രണ്ടാമത്തെ മന്ത്രിസ്ഥാനമായിട്ട് സ്വാഭാവികമായിട്ടും N ഷംസുദ്ദീൻ വരാനാണ് ചാൻസ്. കാരണം 2 തവണയായിട്ട് അവിടെ നിന്ന് ജയിക്കുന്നു. ഈ തവണ അദ്ദേഹത്തെ മത്സരിപ്പിച്ച പോലും ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിയാക്കുക എന്ന് പറയുന്ന ഒരു ഇതുമുണ്ട്. കാരണം എല്ലാം മലപ്പുറത്തുനിന്ന് വരിക എന്ന് പറയുന്ന ആരോപണം ഒഴിവാക്കാനായിട്ട് ലീഗ് മലപ്പുറത്തിന് പുറത്തുനിന്ന് മന്ത്രിമാരെ, കാരണം മുൻകാലങ്ങളിൽ നമുക്കറിയാം ഇബ്രാഹിം കുഞ്ഞ് കളമശ്ശേരി MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. കോഴിക്കോട് നിന്ന് മുനീർ മന്ത്രിയായിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ മലപ്പുറത്തിന് പുറത്തുനിന്ന് മന്ത്രി ഉണ്ടാവും. അതിപ്പോൾ നിലവിൽ ലീഗിൻ്റെ ഒരു ചർച്ചകളിൽ പുരോഗമിക്കുന്നു പറയുന്ന PK കുഞ്ഞാലിക്കുട്ടിക്ക് പുറമെ KM ഷാജി വേങ്ങരയിൽ നിന്ന് ജയിച്ചെങ്കിലും അദ്ദേഹത്തെ കോഴിക്കോടിൻ്റെ അക്കൗണ്ടിൽ പെടുത്തിയിട്ടാണ് മന്ത്രിയായിട്ട് പരിഗണിക്കുന്നത്. പിന്നെ N ഷംസുദ്ദീന് പാലക്കാട്. പിന്നത്തെ പോസ്റ്റാണ് ഈ പറഞ്ഞ PK ബഷീറിൻ്റെ കാര്യം. PK ബഷീർ മന്ത്രിയാകാനാണ് സാധ്യത. അതിൽ പിന്നെ മലപ്പുറത്തുനിന്ന് 5ാമതൊരു മന്ത്രിസ്ഥാനം വരുവാണെങ്കിൽ ഒരു പരിഗണിക്കാവുന്ന 2 പേരുകളെന്ന് പറയുന്നത് ഒന്ന് ആബിദ് ഹുസൈൻ തങ്ങളും പിന്നൊന്ന് പാറക്കൽ അബ്ദുള്ളയുടെ പേര് വരുന്നത് എന്താണെന്ന് വെച്ചാൽ കോഴിക്കോട് 13 സീറ്റിൽ 12 സീറ്റും UDF ജയിച്ചൊരു സ്ഥലമാണ്. അപ്പം
സ്വാഭാവികമായിട്ടും അവിടുത്തെ MLA-മാരിൽ ഒരാൾ മന്ത്രിയായി വരണം എന്ന് പറയുന്ന ഒരു ചർച്ചയ്ക്ക് പ്രാമുഖ്യം വരാം. അതെന്ന് വെച്ചാൽ ഈ ലീഗും കോൺഗ്രസും തമ്മിൽ നടക്കുന്ന ചർച്ചയിലേ അത് വരുള്ളൂ. ഇനി കോൺഗ്രസ്സിന് അവിടെ ആ ജില്ലയിൽ നിന്നൊരു മന്ത്രി വരികയാണെങ്കിൽ ചിലപ്പോൾ ലീഗിന് ആ ജില്ലയിൽ നിന്ന് മന്ത്രി ഉണ്ടാവണമെന്നില്ല. KM ഷാജിയെ അവിടുത്തെ അക്കൗണ്ടിൽ പെടുത്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹം വേങ്ങരയുടെ പ്രതിനിധിയാണ്. പിന്നെയുള്ള ഒരു പദവി എന്ന് പറയുന്നത് കാസർഗോഡ് മഞ്ചേശ്വരം MLA AK അഷ്റഫ്. AK അഷ്റഫിന് 5ാം മന്ത്രിയോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയാണെങ്കിൽ AK അഷ്റഫ് ആകാനാണ് സാധ്യത. കാരണം അത് ഈ പറഞ്ഞ പോലെ ജില്ലയ്ക്ക് പുറത്ത്, മലപ്പുറത്തിന് പുറത്തുനിന്നുള്ള ഒരു അക്കോമഡേഷൻ വരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഏറ്റവും സാധ്യതയുള്ള 4 മന്ത്രിമാരുടെ പട്ടിക എടുക്കൽ കുഞ്ഞാലിക്കുട്ടിക്ക് പുറമേ എന്ന് പറയുന്നത് N ഷംസുദ്ദീൻ, PK ബഷീർ, KM ഷാജി, മറ്റു 3 പേര് ഉറപ്പായിട്ടും. പിന്നെ PK കുഞ്ഞാലിക്കുട്ടി. ഇതാണ്. കാരണം KM ഷാജി ഒരു നെക്സ്റ്റ് ലെവൽ ലീഡറായിട്ട് വരുന്ന സ്ഥിതിക്ക് ഷാജിക്ക് എന്തായാലും ഒരു അക്കോമഡേഷൻ വരാനാണ് എല്ലാ സാധ്യത. പിന്നെ ഈ പറഞ്ഞ പോലെ TV ഇബ്രാഹിം, ആബിദ് ഹുസൈൻ തങ്ങൾ, ഇങ്ങനെയുള്ള അതുപോലെ റസാഖ് മാസ്റ്റർ അല്ലെങ്കിൽ പാറക്കൽ അബ്ദുള്ള, ഇങ്ങനെ പേരുകൾ ചർച്ചയിലുണ്ട്. പക്ഷേ സാധ്യത 4 ഇങ്ങനെ വരികയും 5ാമത് AK അഷ്റഫ് ഡെപ്യൂട്ടി സ്പീക്കറാണെങ്കിൽ അങ്ങനെ വരികയും എന്നുള്ളതാണ്. അല്ലേ മന്ത്രിയായിട്ട് വരികയാണ്. വിദ്യാഭ്യാസ വകുപ്പ് ലീഗിനായിരുന്നു സാധാരണയായി കിട്ടിക്കൊണ്ടിരുന്നത്. ഇത്തവണ ലീഗിന് തന്നെ ആയിരിക്കും വിദ്യാഭ്യാസ വകുപ്പ്. അങ്ങനെയാണെങ്കിൽ ആരാവും മന്ത്രി? വകുപ്പിൻ്റെ ചർച്ചകളിലേക്ക് വന്നിട്ടില്ലേ പോലും. ഈ എന്താ വെച്ചാൽ ഈ പലവിധ ചർച്ചകൾ ലീഗ് കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ഇപ്പം മുന്നണിയിൽ ലീഗിനൊരു അപ്രമാദിത്വം കിട്ടുന്നു എന്ന് പറയുന്ന ആ ഒരു വാദമൊക്കെ പല കോണുകളിൽ നിന്ന് വരുന്ന സാഹചര്യത്തിൽ ലീഗ് സ്വാഭാവികമായിട്ടും ആ ഒരു വിവാദത്തിന് നിൽക്കാതെ ചിലപ്പം കോൺഗ്രസുമായിട്ട് ആ വിദ്യാഭ്യാസം വെച്ച് മാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെ ആണെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കുകയും പകരം കോൺഗ്രസ് ഭരണം കിട്ടുമ്പോൾ ഭരിച്ചിരുന്ന ആരോഗ്യ വകുപ്പ് ലീഗിന് കൊടുക്കാനുമാണ് സാധ്യത. അതിൽ തന്നെ ഈ വിദ്യാഭ്യാസം ഈ തവണ ഈ വിദ്യാഭ്യാസവും പൊതുവിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്ന 2 വകുപ്പുകൾ ഇപ്പോൾ LDF ഉണ്ടായിരുന്നു. ഒന്ന് ശിവൻകുട്ടിയും ഒന്ന് R ബിന്ദുവായിരുന്നു. അത് ഒറ്റ വകുപ്പായി ഏകോപനത്തോടുകൂടി വരാനുള്ളൊരു സാധ്യതയാണ് കൂടുതലുള്ളത്. VD സതീശിനെ പിന്തുണച്ചതിൻ്റെ പേരിൽ ലീഗ് വല്ലാത്ത പ്രഷറിലാണെന്ന് തോന്നുന്നു അല്ലേ? അതൊരു എന്താ പറയുക, സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു സ്റ്റാൻഡ് VD സതീശനെ മുഖ്യമന്ത്രി ആക്കുന്നതിൽ ലീഗിൻ്റെ പങ്ക് വളരെ നിർണായകമായിരുന്നു എന്നുള്ളത്. കാരണം കോൺഗ്രസ് MLA-മാർ ഭൂരിപക്ഷവും KC വേണുഗോപാലിനായിട്ട് ബാധിച്ചപ്പം ലീഗിൻ്റെ കൂടി ഒരു പിന്തുണയിലാണ് VD സതീശൻ ഇന്ന് മുഖ്യമന്ത്രി ആകുന്നത്. അപ്പം അത് ശരിയാണ്, അതിൽ തർക്കമൊന്നുമില്ല. കേരള കോൺഗ്രസും ആ സ്റ്റാൻഡ് തന്നെ എടുത്തിരുന്നത്. പി ജോസഫ് ഓപ്പണായിട്ട് അത് പറയുകയും ചെയ്താണ്. കോൺഗ്രസ് മന്ത്രിമാരുടെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ സാധ്യതാ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഏറ്റവും സീനിയറായ നേതാവാണ്, മന്ത്രിസഭയിൽ ഉറപ്പാണ്. രമേശ് ചെന്നിത്തല ഇടഞ്ഞു നിൽക്കുകയാണെങ്കിലും മന്ത്രിസഭയിൽ ഉൾപ്പെടും എന്നാണ് നമ്മൾ കരുതുന്നത്. പിന്നെ K മുരളീധരൻ ആദ്യം മുതലേ VD സതീശനൊപ്പം നിന്ന ആളാണ്, ശക്തമായ അഭിപ്രായം പറയുന്ന ആളാണ്, ഒരു മന്ത്രിയാവാൻ എന്തുകൊണ്ടും യോഗ്യമായ ആളാണ്. മുരളീധരൻ ഉണ്ടാവും, സണ്ണി ജോസഫ് ഉണ്ടാവും. ഇതിൽ ചെന്നിത്തലയുടെ സാധ്യത എങ്ങനെയാണ് കാണുന്നത്? മന്ത്രിസഭയിൽ ചേരുവോ അതോ? ചേരുക എന്ന് പറയുന്ന ഒരു ഓപ്ഷനെ നിലവിൽ രമേശ് ചെന്നിത്തലയുടെ മുമ്പിലുള്ളൂ. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാൻസ് ആണ്, നഷ്ടപ്പെട്ടു. ഇപ്പം മന്ത്രിയാകാതെ ഒരു പ്രതിഷേധ സൂചകമായിട്ട് പുറത്ത് നിൽക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഇനി അതിലൊരു ഫ്യൂച്ചറിൽ വരും മുൻനിരയിൽ പോലും ഉണ്ടാവില്ല. ഇല്ല. കാരണം എന്ന് വെച്ചാൽ അതിലേക്ക് രമേശ് ചെന്നിത്തല എത്താൻ തന്നെയാണ്. തന്നെയല്ല, രമേശ് എത്രയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഹൈക്കമാൻഡിനെ ധിക്കരിക്കുകയോ പാർട്ടി ധിക്കരിക്കുകയോ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല, അതായത് ഹിസ്റ്ററി വെച്ചിട്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഒരു മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറഞ്ഞൊരു പരിഗണന വരുമ്പം നഷ്ടപ്പെട്ടു എന്നുള്ള വസ്തുതയാണെങ്കിൽ അർഹതപ്പെട്ട ആളാണ് ചെന്നിത്തല. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെന്നിത്തല മന്ത്രിയാകാൻ തയ്യാറാകുകയാണെങ്കിൽ ഒരു പക്ഷേ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ എന്താ പറയുക, ഇടയ്ക്കൊരു പുനഃസംഘടന വന്നപ്പോഴത്തെ പോലെ ആഭ്യന്തര വകുപ്പ് ചോദിക്കാനൊരു സാധ്യതയുണ്ട് രമേശ്. അത് സതീശനെ പോലെ ഒരു മുഖ്യമന്ത്രി വകുപ്പ് കൊടുക്കുമോ? അതൊരു പ്രസക്തമായ ചോദ്യമാണ്. ആഭ്യന്തരം പോലൊരു വകുപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഒരു പവറിന് ഒരു പ്രശ്നം വരുന്നതാണ്. അപ്പോൾ അത് ആഭ്യന്തര വകുപ്പ് വിട്ടുകൊടുത്തില്ലെങ്കിൽ രമേശ് മന്ത്രിയാകും എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഇനി അത് മന്ത്രിസഭ ചേരുന്നില്ലെങ്കിൽ, പണ്ട് G കാർത്തികേയനെ പരിഗണിച്ചെന്ന് പറഞ്ഞാൽ സ്പീക്കർ പദവിയിലേക്ക് രമേശ് ചെന്നിത്തല പരിഗണിച്ചാൽ അദ്ദേഹം വഴങ്ങുമോ? സ്പീക്കർ പദവി സഭയെ വെച്ച് നോക്കുമ്പം ഏറ്റവും പരമോന്നത പദവിയാണെങ്കിൽ പോലും ഒരു മന്ത്രിയുടെ ഗ്ലാമറോ പരിവേഷമോ ഇല്ല. അപ്പം പിന്നെ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ധനകാര്യം അങ്ങനെ എന്തൊരു വകുപ്പിലേക്ക് വരുമോ? അതാണ് ഈ ചെന്നിത്തലയുടെ അക്കോമഡേഷൻ കഴിഞ്ഞാലേ ബാക്കി പറയുന്ന ഈ ലെവലിലേക്ക് പോവുള്ളൂ. പിന്നെയാണ് യൂണിറ്റ് പറഞ്ഞ സണ്ണി ജോസഫിൻ്റെ കാര്യം. സണ്ണി ജോസഫ് മന്ത്രിയാകാനുള്ള സാധ്യത വളരെ കൂടുതൽ. കാരണം അദ്ദേഹം ആ അഭിപ്രായം ഏറെക്കുറെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് പാർട്ടി. കാരണം KPC പ്രസിഡന്റ് മന്ത്രിയാകാൻ തീരുമാനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തെ മന്ത്രിയാക്കും, അതിന് തർക്കമൊന്നുമില്ല. അപ്പോൾ KPC പ്രസിഡന്റ് പദവി എന്ന് പറയുന്ന ഒരു വേക്കൻസി ഫില്ല് ചെയ്യുക, അതിനും ഇതിനോടനുബന്ധിച്ച് വരുന്ന സാമുദായിക ഇക്വേഷൻസ് എല്ലാം അവിടെയും പരിഗണിക്കേണ്ടി വരും. അപ്പോൾ ഈ രമേശ് ചെന്നിത്തല മന്ത്രിയാകുന്നെങ്കിൽ രമേശ് പറയുന്ന ഒരാളെ KPC പ്രസിഡന്റ് ആക്കാം, അങ്ങനൊരു ഫോർമുല ഉരുത്തിരിയാം. മറുവശത്ത് KCക്കൊപ്പം A ഗ്രൂപ്പിൻ്റെ ഒരു പക്ഷം മുഴുവൻ പിന്തുണച്ചത് ഈ പോസ്റ്റ് സണ്ണി ജോസഫ് മന്ത്രിയാകുമ്പം ബെന്നി ബെഹനാൻ KPC പ്രസിഡന്റ് ആകുമെന്ന് കണക്ക് കൂട്ടിയിട്ടാണ്.
അപ്പോഴാണ് ഇത് മൊത്തം തെറ്റുന്നൊരു സാഹചര്യം വരുന്നത്. അപ്പോൾ സണ്ണി ജോസഫ് മന്ത്രിയായി കഴിഞ്ഞാൽ KPCC പ്രസിഡന്റ് പദവിയിൽ ആര് വരും? അത് സ്വാഭാവികമായിട്ടും KC വേണുഗോപാലാണ് ഹൈക്കമാൻഡിൽ അത്രയും റോളുള്ള ഒരാൾ. KCയുടെ ഒരു നോമിനി തന്നെ ആയിട്ട് വരാനാണ് സാധ്യത. KCക്ക് എത്ര മന്ത്രിസ്ഥാനം കൊടുക്കുന്നതനുസരിച്ച് ഇനി അത് രണ്ടാമത് KCയുടെ മന്ത്രിസ്ഥാനങ്ങൾ ഇപ്പോൾ രമേശിൻ്റെ അക്കോമഡേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സീനിയോറിറ്റി ലെവലിൽ തിരുവഞ്ചൂരിൻ്റെ കാര്യം പറയും. ഈ പറയുന്ന തിരുവഞ്ചൂരിനെ മന്ത്രിയായിരുന്നു, നല്ല പാർലമെൻറ്റേറിയനാണ്, 8 തവണ MLA ആയി, അനുഭവ സമ്പത്ത് കൊണ്ട് ഇതിലെ ഏറ്റവും സീനിയർ മെമ്പറും ആണ്. അപ്പം തിരുവഞ്ചൂർ അല്ലെങ്കിൽ N ശക്തൻ രണ്ടിലൊരാൾ പ്രോട്ടം സ്പീക്കർ ആകാനാണ് സാധ്യത. തിരുവഞ്ചൂരിനെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കാത്തൊരു സാഹചര്യം. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആ സമുദായത്തിൽ നിന്ന് ഉള്ളവർ വളരെ കൂടുതലുള്ളൊരു MLA മാർ കോൺഗ്രസിൻ്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ അതാണ് തിരുവഞ്ചൂരിൻ്റെ ഒരു ഇത്. അപ്പം തിരുവഞ്ചൂരിനെ മന്ത്രിയാക്കുന്നില്ലെങ്കിൽ തിരുവഞ്ചൂരിനെ ഒരു പക്ഷേ സ്പീക്കർ പദവിയിലേക്ക് പരിഗണിക്കാം. K മുരളീധരൻ നാച്ചുറൽ ചോയ്സായിട്ട് മന്ത്രിയാവാനാണ് എല്ലാ സാധ്യതയും. കാരണം സതീശിനെ പിന്തുണച്ചുകൊണ്ട് മാത്രമല്ല, K മുരളീധരൻ്റെ സീനിയോറിറ്റിയും കഴിവും എല്ലാം മന്ത്രിയായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരാളാണ്. അത് എന്തായാലും K മുരളീധരൻ മന്ത്രിയാവും. പിന്നെ പറഞ്ഞ ലെയറിൽ ഉള്ളതാണ് വിഷ്ണുനാഥ് അടങ്ങുന്നിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൽ കോൺഗ്രസ്സിൽ എങ്ങനെ പോയെന്ന് പറഞ്ഞാലും ഈ ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന് 7 അല്ല 8 മന്ത്രിമാരുണ്ടാവും. അത് പലവിധ ചർച്ചകൾ അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി വരാം. അപ്പോൾ എന്താ വെച്ചാൽ ആ കണക്കെടുക്കുമ്പോൾ എങ്ങനെ വന്നാലും ഒരു വശത്ത് M ലിജു, ബിന്ദു കൃഷ്ണ എന്ന 2 പേർ മന്ത്രിമാരാകാം. മറുവശത്ത് അതേപോലെ K മുരളീധരനെ കൂടാതെ PC വിഷ്ണുനാഥ് മന്ത്രിയാകാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ പറയുന്നത് തിരുവഞ്ചൂരിൻ്റെ പേരും അതിനുണ്ട്. തിരുവഞ്ചൂർ മന്ത്രിയായില്ലെങ്കിൽ സ്പീക്കർ ആകുന്നതുകൊണ്ടാണ്. മന്ത്രിയാകുകയാണെങ്കിൽ ഇവിടെ കൊണ്ട് ആ കമ്മ്യൂണിറ്റി എന്നുള്ള പരിഗണന തീരും. അല്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു പേരായിട്ട് പിന്നെ വരാൻ സാധ്യതയുള്ള ഒരാളെന്ന് പറയുന്നത് VT ബലറാമാണ് ഒരു പേര്. കാരണം KPCCയുടെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു. ആ ലെവലിലെ നെക്സ്റ്റ് ലെവൽ ലീഡർ എന്നുള്ള നിലയ്ക്ക് വരാൻ ചാൻസ് ഉള്ളതാണ്. യുവാക്കളുടെ പ്രാതിനിധ്യം വരുമ്പോൾ ആ രീതിയിൽ അത് വരാം. പിന്നെ ഉള്ളത് അപ്പം ആ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന 3 മന്ത്രിമാരാണ് പരമാവധി ആകുന്നത്. തിരുവഞ്ചൂരായില്ലെങ്കിൽ മുരളീധരനും വിഷ്ണുനാഥും ഒരു പക്ഷേ VT ബലറാമും ആവാം. ഇനി മറുവശത്ത് ലിജുവിൻ്റെ കൂടാതെ ബിന്ദു കൃഷ്ണ, അതിനൊപ്പം 2 പേർക്ക് അല്ലെങ്കിൽ ഒരാൾക്കല്ല 2 പേർക്ക് കൂടെ മന്ത്രിസ്ഥാനം ഒരു പിന്നോക്ക ഈഴവ സമുദായത്തിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. അത് ഈ പറയുന്ന പോലെ എങ്ങനെയാണ് ആരൊക്കെയാണ് ഒരു പക്ഷേ ഇപ്പം കോഴിക്കോട് ജില്ലയിൽ നിന്ന് ലീഗിൽ നിന്ന് ഒരാൾ മന്ത്രിയാകുന്നില്ല എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ അവിടുന്ന് കോഴിക്കോട് നോർത്ത് MLA K ജയന്തിനൊരു സാധ്യത തെളിയാം. കാരണം അങ്ങനെ ഒരു അക്കോമഡേഷൻ അവിടെ വരാം. കോഴിക്കോട് ജില്ലയ്ക്ക് ഒരു മന്ത്രി സ്ഥാനം, കാരണം 20 വർഷത്തിന് ശേഷമായിട്ടാണ് കോൺഗ്രസിന് അവിടെ MLA മാരുണ്ടാകുന്നത്. അതൊന്നല്ല 5 MLA മാർ വരെ കിട്ടി. ഇത്രയും വലിയ വിജയമായി. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ജില്ലയ്ക്കൊരു അക്കോമഡേഷൻ എന്തായാലും കോൺഗ്രസ് കൊടുക്കാനുള്ള സാധനം. ഈ ജില്ലയുടെ പ്രാതിനിധ്യം കൂടെ പരമാവധി ജില്ലകൾക്ക് ഒരു പ്രാതിനിധ്യം കൂടി കണക്കിലെടുക്കുമ്പോഴാണ് ഈ പറയുന്ന ഇക്വേഷനിൽ ചില ചേഞ്ചസ് അങ്ങോട്ട് ഉണ്ട്. ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് എടുത്തു തുടങ്ങിയാൽ തിരുവനന്തപുരത്ത് K മുരളീധരൻ മന്ത്രിയാവും, CP ജോൺ മന്ത്രിയാവും. പിന്നെ അവിടെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാവുന്ന സീനിയോറിറ്റി ലിസ്റ്റുള്ള 2 പേരെന്ന് പറയുന്നത് കോവളം MLA M വിൻസെൻറ്റും അതുപോലെ നെയ്യാറ്റിങ്കര N ശക്തൻ പഴയ സ്പീക്കറൊക്കെ ആയിരുന്നു. അപ്പോൾ എന്താ നാടാർ അക്കോമഡേഷൻ അങ്ങനത്തെ ഒരു. അപ്പോൾ ഇതിൽ 2 പേരെങ്കിലും ഒരാളെ ചിലപ്പം ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്കോ അല്ലെങ്കിൽ സ്പീക്കർ പദവിയിലേക്കോ അങ്ങനെയൊക്കെ ചിലപ്പോൾ പരിഗണിച്ചേക്കാം മന്ത്രിസ്ഥാനത്തേക്ക് ഇല്ലെങ്കിൽ. കൊല്ലത്ത് സ്വാഭാവികമായിട്ടും ഷിബു ബേബി ജോൺ അവിടെ മന്ത്രിയാവുന്നു. ബിന്ദു കൃഷ്ണ മഹിളാ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. 2 പേരും വനിതകളുടെ കാര്യം തന്നെ പ്രാതിനിധ്യമാവും. അതെ, വനിതാ പ്രാതിനിധ്യം പറയുമ്പം നിലവിൽ 2ാം പിണറായി സർക്കാർ 3 വനിതാ മന്ത്രിമാരുണ്ടായിരുന്നു. അപ്പം കോൺഗ്രസ് ഒരു മന്ത്രിസഭ ഉണ്ടാക്കുമ്പോൾ 2 വനിതകൾക്ക് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അതൊരു ആക്ഷേപത്തിന് വഴി വരാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ 2 വനിതകൾ എന്ന് പറഞ്ഞാൽ അതിൽ സീനിയോറിറ്റി വെച്ച് പറയുമ്പോൾ ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും. അവിടെയും വേറെ പ്രശ്നം വരും. ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ മന്ത്രിയാകുന്നൊരു സാഹചര്യത്തിൽ T സിദ്ദിഖ് അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റി, അതായത് മുസ്ലിം കമ്മ്യൂണിറ്റി എന്നുള്ളതിൽ T സിദ്ദിഖിൻ്റെ സീനിയോറിറ്റി ഒരു T സിദ്ദിഖിനെ മന്ത്രിയാക്കണം എന്നുള്ളത്, അല്ലെ അൻവർ സാദത്ത് സീനിയോറിറ്റി, അങ്ങനെ 2-3 പേരുകളുണ്ട്. അപ്പം അൻവർ സാദത്തും T സിദ്ദിഖും നിൽക്കുമ്പോൾ ഷാനിമോൾ ഉസ്മാൻ മന്ത്രിയായി കഴിഞ്ഞാൽ അതേ ഇതിൽ നിന്ന്, കാരണം ലീഗിൽ നടക്കും ഇത്രയും മന്ത്രിമാരുള്ള സ്ഥിതിക്ക് അങ്ങനെ ഒരു പ്രശ്നം അതിനകത്ത് വരും. പിന്നെ 2 മന്ത്രിമാർ വേണമെങ്കിൽ പിന്നീടുള്ളത് വിദ്യാ ബാലകൃഷ്ണൻ അല്ല, പിന്നെ ചാൻസ് ഒരു പക്ഷേ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരാളെന്ന് പറഞ്ഞാൽ രമ്യ ഹരിദാസിൻ്റെ പേരിനൊരു ചാൻസ് ഉണ്ട്. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 2 AP അനിൽകുമാർ സ്വാഭാവികമായിട്ടും പട്ടികവർഗ ആ സംവരണ ഇതിൽ മന്ത്രിയാണ്. KC വേണുഗോപാലിൻ്റെ ഏറ്റവും അടുത്ത ആളും കൂടെയാണ്, മുൻ മന്ത്രിയാണ്. അപ്പോൾ അത് കൂടാതെ ഒരു പേരും കൂടെ ചിലപ്പം വനിതാ അക്കോമഡേഷനിൽ രമ്യ ഹരിദാസിൻ്റെ പേരും ചിലപ്പോൾ ചർച്ചയിൽ വന്നുകൂടാന്നില്ല. ഈ 2 വനിതകൾ വരികയാണെങ്കിൽ, കാരണം അങ്ങനെ വരുന്നൊരു ഘട്ടത്തിൽ ഷാനിമോൾ ഉസ്മാനെയൊക്കെ കൂടുതലൊരു വിഷയ സാധ്യത ഈ പറയുന്ന രമ്യ ഹരിദാസിന് വരാം. ബിന്ദു കൃഷ്ണ ഇപ്പം കൊല്ലത്തെ വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 3 മന്ത്രിമാർ വരികയാണെങ്കിൽ ഈ ബിന്ദു കൃഷ്ണയുടെ സാധ്യതയ്ക്ക് എന്തെങ്കിലും തിരിച്ചടി ഉണ്ടാവുമോ? അങ്ങനെ വരുന്ന ഘട്ടത്തിൽ ചിലപ്പോൾ വിഷ്ണുനാഥിൻ്റെ പേര് ഔട്ടായി പോകാനുള്ള സാധ്യത.
ആലപ്പുഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ എം ലിജു എന്തായാലും മന്ത്രിയാവുന്നുള്ള കാര്യം ഉറപ്പാണ്, അതിലൊരു തർക്കവും വേണം. പിന്നെയാണ് ഈ രണ്ടാമത് ഓപ്ഷൻ എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല അവിടെ മന്ത്രിയായി കഴിഞ്ഞാൽ പിന്നെ ഷാനിമോൾക്ക് ആ ജില്ലയിൽ നിന്ന് മന്ത്രിയാവാനുള്ള ചാൻസ് കുറയും. ആലപ്പുഴ കോട്ടയത്തേക്ക് വന്നു കഴിഞ്ഞാൽ മോൻസ് ജോസഫ് എന്തായാലും മന്ത്രിയാവും. പിന്നെ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാളെയും കൂടെ കോൺഗ്രസ് എടുക്കുകയാണെങ്കിൽ പരിഗണിക്കപ്പെടാവുന്ന ഒരു പേരെന്ന് പറയുന്നത് ചാണ്ടി ഉമ്മൻ്റെ. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ കോൺഗ്രസ് സർക്കിളിൽ തന്നെ ഈ ഉമ്മൻചാണ്ടി ഒരു വികാരം ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ എന്നുള്ളത് ചാണ്ടി ഉമ്മനെ പരിഗണിക്കണം എന്ന് പറയുന്ന ഒരു ആവശ്യം അവിടെ നിന്ന് വരുന്നുണ്ട്. എന്തുകൊണ്ട് മന്ത്രിയാവണമെന്നില്ല. ഇപ്പോൾ മോൻസ് ആ ജില്ലയിൽ നിന്ന് എന്തായാലും മന്ത്രിയാവും. എറണാകുളത്തേക്ക് വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ജില്ലയാണ്. പിന്നെ അവിടെ ഏറിയാൽ ഒരാൾക്ക് വല്ലതും മന്ത്രിയാകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ ഈ എ.പി. അനിൽകുമാർ വരുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ വി.പി. സജീന്ദ്രൻ്റെ സാധ്യത കുറയും. അല്ലെങ്കിൽ എ.പി. അനിൽകുമാർ അല്ലെങ്കിൽ വി.പി. സജീന്ദ്രനോ ഐ.സി. ബാലകൃഷ്ണനോ രണ്ടിലൊരാൾ മന്ത്രിമാരായി വരാനാണ്. അപ്പോൾ രമ്യ ഹരിദാസും കൂടെ വരികയാണെങ്കിൽ പിന്നെ സജീന്ദ്രൻ്റെ സാധ്യത തീർച്ചയായിട്ടും ഇല്ലാതാവും. പിന്നെ ഈ പറഞ്ഞ പോലെ ടി സിദ്ദിഖിനെ പരിഗണിച്ചില്ലെങ്കിൽ അൻവർ സാദത്തായിരിക്കാം മന്ത്രിയാകാൻ ചാൻസ് ഉള്ളവരാണ്. പിന്നെയുള്ള പേര് മൂവാറ്റുപുഴ എം.എൽ.എ. മാത്യു കുഴൽനാടൻ. അതൊരു ഒരു ഒരു ചർച്ചാ വിഷയമായിട്ട് വരാവുന്നൊരു തെരഞ്ഞെടുപ്പാണ്. കുഴൽനാടൻ ഏതാണ്ട് ഷുവർ സീറ്റ് ആയിരിക്കുമെന്നൊരു അതാണ് ഞാൻ പറഞ്ഞ ബിവിനത്ത് പറഞ്ഞ KC പക്ഷം വെക്കുന്ന പേരുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ.പി. അനിൽകുമാർ, മാത്യു കുഴൽനാടൻ, PC വിഷ്ണുനാഥ്, ഈ പേരുകൾ ഇങ്ങനെ വരും. അപ്പോൾ എന്താ വെച്ചാൽ ഈ മാത്യു കുഴൽനാടനെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഏറിയാൽ 2 പേര് കൂടുതൽ മന്ത്രിയാകുന്നൊരു സാധ്യത ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സണ്ണി ജോസഫ് മന്ത്രിയായി കഴിഞ്ഞാൽ പിന്നെ എറണാകുളം ജില്ലയിൽ മാത്യു കുഴൽനാടനേക്കാളും ശരിക്കും സീനിയോറിറ്റി കൊണ്ടും മന്ത്രിയാകാൻ അങ്ങനെ വരുന്നൊരു സാഹചര്യം വരുന്നത് റോജിയുടെ പേര് ചിലപ്പം സതീശൻ പിന്തുണച്ചേക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരാളെ വെട്ടാനുള്ള മറുപേരും കൂടെ വന്നേക്കാവുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സണ്ണി ജോസഫ് മാറുന്ന പശ്ചാത്തലത്തിൽ KPC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് റോജിയെ പരിഗണിക്കും. കാരണം റോജിയുടെ പേര് പരിഗണിക്കാൻ പലവിധ സാഹചര്യങ്ങളുണ്ട്, താല്പര്യങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് വരാൻ ഇടയാണ്. തൃശ്ശൂർ ജില്ലയിൽ ഇത്തവണ ഒരു പക്ഷേ മന്ത്രി ഉണ്ടാകാൻ സാധ്യതയില്ലാത്തൊരു ജില്ലയാണ്. കാരണം കോൺഗ്രസ് ഇത്ര വലിയ വിജയത്തിനിടയിലും താരതമ്യേന മോശം പെർഫോമൻസ് കാഴ്ചൊരു ജില്ലയാണ്. അപ്പോൾ അവിടുന്ന് ഇപ്പോൾ ഉണ്ണിയാടനെ ചീഫ് വിപ്പായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ ജില്ലയുടെ അക്കോമഡേഷൻ അതിൽ അവസാനിക്കും. പാലക്കാട് വിവിനത്ത് പറഞ്ഞ ഷംസുദ്ദീൻ ഉറപ്പായിട്ട് മന്ത്രിയാവും. അപ്പോൾ പിന്നെ VT ബൽറാമിൻ്റെ ഒരു സാധ്യത എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഈ തിരുവഞ്ചൂർ മന്ത്രിയാകുന്നതിനനുസരിച്ചിരിക്കും. ഇനി അതല്ല VT ബൽറാം ആകുന്നില്ല എന്ന് വരുന്നൊരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഈ പറഞ്ഞ ഈഴവ പ്രാതിനിധ്യം എന്നുള്ള നിലയ്ക്ക് സുമേഷ് അച്യുവിൻ്റെ പേര് ചിലപ്പോൾ പരിഗണിച്ചേക്കാം. കാരണം 2 പേര് 3 ഈഴവ കമ്മിറ്റിയിൽ നിന്ന് 3 പേര് എന്തായാലും മന്ത്രിമാരാവും. അപ്പോൾ ബിന്ദു കൃഷ്ണയും എം ലിജു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജയന്ത് ആകുന്നില്ലെങ്കിൽ പിന്നെ പരിഗണിക്കാവുന്നൊരു പേരെന്ന് പറയുന്നത് സുമേഷ് അച്യുവിൻ്റെ. അതുപോലെ ഇടുക്കി ജില്ലയിലേക്ക് പ്രാതിനിധ്യം എന്ന് പറയുന്നത് ചിലപ്പോൾ സേനാപതി വേണുവിൻ്റെ പേരും അങ്ങനെ വരാം. കോഴിക്കോട് ജില്ല നമ്മൾ മുമ്പ് പറഞ്ഞു. ഈ പറഞ്ഞ പോലെ ഷാജി കോഴിക്കോട് ജില്ലയുടെ പ്രാതിനിധ്യത്തിലാണ് ലീഗ് ഉൾപ്പെടുന്നതെങ്കിലും അവിടെ നിന്നൊരു ഒരാൾ മന്ത്രിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മലപ്പുറം ജില്ല ഉറപ്പായിട്ടും പിന്നെ കുഞ്ഞാലിക്കുട്ടി, KM ഷാജി, അതുപോലെ തന്നെ PK ബഷീർ ജില്ലയിലെ കഴിഞ്ഞു. A.P. അനിൽകുമാറും വരും. കോൺഗ്രസിൽ നിന്ന് ഒരു മന്ത്രി. അപ്പോൾ ഏറ്റവും കൂടുതൽ മന്ത്രിമാർ ഉണ്ടാകുന്ന ജില്ല ഉറപ്പായിട്ടും മലപ്പുറം ആയിരിക്കും. പിന്നെ കോഴിക്കോടാണ് കോഴിക്കോട് ഈ പറയുന്ന സാധ്യതകളാണ്. കോഴിക്കോട് പാറക്കൽ അബ്ദുള്ള ലീഗിൽ നിന്ന് മന്ത്രിയാകുകയാണെങ്കിൽ ചിലപ്പം കോൺഗ്രസ്സിന് ഒരു മന്ത്രി ഉണ്ടാവും എന്നുള്ള സംശയം വരാം. അപ്പോൾ അല്ലെങ്കിൽ ജയന്ത് ശരിക്കും അവിടെ ജില്ലയിൽ പ്രവീൺ കുമാറിനാണ് കൂടുതൽ സാധ്യത വരേണ്ടത്. പക്ഷേ ഈ സാമുദായിക പരിഗണന വരുമ്പോൾ പ്രവീണിനേക്കായാലും സാധ്യത കൂടുതൽ ജയന്തിനാണ് വരും. കാരണം K. സുധാകരൻ ചിലപ്പം ആവശ്യപ്പെടുന്ന ഒരു പേരും ജയന്തിൻ്റെ പേരാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കണ്ണൂർ സണ്ണി ജോസഫ് മന്ത്രിയാകണം, പിന്നെ ആ ജില്ലയിൽ നിന്ന് വേറൊരാൾ മന്ത്രിയാകാനുള്ള ഒരു ചാൻസും ഇല്ല. കാസർഗോഡിൻ്റെ കാര്യം അതുണ്ടെങ്കിൽ AK മഷ്റഫ് ആയിരിക്കും ലീഗിൻ്റെ അക്കോമഡേഷൻ ആയിരിക്കും. യുവാക്കളുടെ പങ്കാളിത്തം മന്ത്രിസഭയിൽ എത്രത്തോളം? അതൊരു സതീശനായതുകൊണ്ട് നമ്മളത് പ്രതീക്ഷിക്കണം. ഒരു പുതിയ ടീം വേണം എന്നാഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിൽ സതീശനൊരു തലമുറ മാറ്റത്തിൻ്റെ ഒരു വശത്ത് നിൽക്കുമ്പോൾ ആ തലമുറ മാറ്റത്തിൻ്റെ പാർട്ടാണ് ഈ പറയുന്ന പോലെ ബൽറാം വരികയാണ് ബൽറാം, ലിജു വരികയാണ് ലിജു, വിഷ്ണുനാഥ് വരികയാണ് വിഷ്ണുനാഥ്. ആ പറയുന്ന ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 50 വയസ്സിനോടടുക്കുന്ന ഒരു തലമുറ, അവരിൽ നിന്നായിരിക്കും ഈ പറഞ്ഞ മന്ത്രിമാർ വരാൻ സാധ്യതയുള്ളൂ കോൺഗ്രസ്സിൽ. ഇത്രയും കാര്യങ്ങൾ പരിഗണിച്ച് നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് പുറമെ 10 അല്ലെങ്കിൽ 11 മന്ത്രിമാർ, എന്തായിരിക്കും ആ ലിസ്റ്റ്? മുമ്പേ നമ്മൾ പറഞ്ഞ പേരുകൾ തന്നെ K. മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സണ്ണി ജോസഫ് 3 സീനിയേഴ്സ്, ബിന്ദു കൃഷ്ണ, PC വിഷ്ണുനാഥ്, M. ലിജു. പിന്നെയുള്ളൊരു പേര് മോസ്റ്റ് പ്രോബബ്ലി ടി സിദ്ദിഖ് ആണ് ചാൻസ് കൂടുതൽ. 7 പേരായി. A.P. അനിൽകുമാർ 8. പിന്നെ 3 പേരാണ് ചാൻസ് എന്ന് പറയുന്നത്. അതിൽ VT ബൽറാമിനൊരു സാധ്യതയുണ്ട്, ജയന്തിനൊരു സാധ്യതയുണ്ട്. പിന്നെ ഉള്ളത് 2 പേരിലൊരാൾ സേനാപതി വേണു അല്ലെങ്കിൽ സുമേഷ് അച്യുതൻ, ഈ 2 പേരിലൊരാൾ. പിന്നെ ഈ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് രണ്ടാമതൊരു മന്ത്രിസ്ഥാനം ഉണ്ടെങ്കിൽ റോജി M. ജോണോ ചാണ്ടി ഉമ്മനോ പരിഗണിക്കപ്പെടാം. അതിൽ KC വേണുഗോപാൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ മാത്യു കുഴൽനാടനെ മന്ത്രിയാക്കാൻ
വി ഡി സതീശൻ നിർബന്ധരാകും. ഇതാണ് നടക്കാൻ സാധ്യതയുള്ള ഒരു ക്യാബിനറ്റ് സാധ്യത. ഈ മാറിയ സാഹചര്യത്തിൽ KC വേണുഗോപാലിൻ്റെ നോമിനികൾ ആരൊക്കെയായിരിക്കും? ചെന്നിത്തലയുടെ ആരൊക്കെയായിരിക്കും? അതിൽ ചെന്നിത്തലയുടെയാണ് കുറച്ചുകൂടെ നമുക്ക് എളുപ്പം പറയാൻ. കാരണം ഉറച്ച ചെന്നിത്തല ഗ്രൂപ്പുകാരെന്ന് പറയാനായിട്ട് വളരെ കുറവാണിപ്പം. അദ്ദേഹത്തെ ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചവർ തന്നെ വളരെ ചുരുക്കുക. അതിലിപ്പം അദ്ദേഹത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്നു പറയാനായിട്ട് സീനിയർ ആയിട്ടുള്ള ഒരാൾ അൻവർ സാദാണ്. പിന്നെ ജ്യോതികുമാർ ചാമക്കാല, അബിൻ വർക്കി, ഇങ്ങനെ ഒരു വളരെ ചുരുക്കം. IC ബാലകൃഷ്ണൻ പകുതി KC വേണുഗോപാലിന് പോവും, പകുതി രമേശ് ചെന്നിത്തലയ്ക്ക് പോവാം. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു മന്ത്രിസ്ഥാനം ഉറപ്പായിട്ടും വേണം എന്ന് പറയുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ അൻവർ സാദത്തിന് ചിലപ്പം സതീശൻ ഫസ്റ്റ് ചോയ്സ് അൻവർ സാദത്തിന് കൊടുക്കും. കാരണം അങ്ങനെ വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ T സിദ്ദിഖോ അല്ലെ ഷാനിമോളോ രണ്ടിലൊരാളും അല്ലെ രണ്ടുപേരും പുറത്താകാനുള്ള സാധ്യത ഉണ്ട്. അതെന്ന് വെച്ചാൽ ഈ അക്കോമഡേഷൻ ഒരാളുടെ ചെന്നിത്തലയുടെ ഡിമാൻഡ് അംഗീകരിച്ച് കഴിഞ്ഞിട്ടേ ബാക്കി ചർച്ചയിൽ ആരൊക്കെ പുറത്തു പോകുമെന്ന് പറയാൻ പറ്റുള്ളൂ. മറുവശത്ത് അതുപോലെ KC വേണുഗോപാലിൻ്റെ പക്ഷത്താണ് പഴയ എന്താ പറയുക കാലങ്ങളായി നമ്മൾ കാണുന്ന A ഗ്രൂപ്പുകാരും I ഗ്രൂപ്പുകാരും എല്ലാം ഉള്ളത്. അതെ, 63 പേരിൽ ഏകദേശം 45-47 പേരോടെ. അതിൽ AP അനിൽകുമാർ ആയാലും മാത്യു കുഴനാടനായാലും PC വിഷ്ണുനാഥ് ആയാലും ലിജു ആയാലും എല്ലാം KCയുടെ നോമിനികളായിട്ടാണ് മന്ത്രിസഭ വരേണ്ടത്. അതിൽ തന്നെ ഈ പകുതി പേരുകൾ സതീശനും വിരോധമൊന്നും ഉണ്ടാവില്ല. കാരണം സതീശിൻ്റെ തൊട്ട് ജൂനിയറായിട്ട് വന്ന നേതാക്കളാണ് ഇവരൊക്കെ. അപ്പോൾ ആ ലെവൽ ലീഡേഴ്സ് എന്നുള്ള നിലയ്ക്ക് പിന്നെ അതിലൊരു ഒറ്റ പ്രശ്നം സതീശന് പറയാമെന്ന് വെച്ചാൽ ഈ പറഞ്ഞ വിഷ്ണുനാഥ് ആയാലും ആ ജനറേഷനിലുള്ള KPC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി വിഷ്ണുനാഥ്, AP അനിൽകുമാർ പിന്നെ KCയുടെ ആളായിട്ട് അറിയപ്പെടുന്നത്. മറ്റ് രണ്ടുപേരും അങ്ങനെ ആയിരുന്നില്ല. ലാസ്റ്റ് നിമിഷം KCക്കൊപ്പം മാറിയതാണ്. ആ രീതിയിൽ വിഷ്ണുനാഥിനെയൊക്കെ ശരിക്കും പറഞ്ഞ സതീശനൊപ്പം നിൽക്കുന്നു, ആ പിന്തുണ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ ഒരു അവസാന നിമിഷം അങ്ങനെ ഒരു ഓർക്കാപ്പുറത്തൊരു സ്റ്റാൻഡ് എടുത്തതിൻ്റെ പേരിൽ ചിലപ്പം വിഷ്ണുനാഥിനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാറ്റി. കാരണം അവിടെ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരുപാട് പേര് ക്യൂലാണ്. അപ്പം ഇതിൻ്റെ ഒരു അവസാനത്തെ അടിവലികളിൽ വന്നു തീരാവുന്നൊരു കാര്യം. അങ്ങനെ വരികയാണെങ്കിൽ ചിലപ്പോൾ ഈ VT ബലറാമിന് കൂടുതൽ സാധ്യത വരാം. അതാണ് അതിനകത്ത് ഈ KCയുടെ എങ്ങനെ പോയാലും KC വേണുഗോപാൽ പറയുന്ന ഒരു 4-5 പേരെന്തെങ്കിലും ഉറപ്പായിട്ട് മന്ത്രിയാവും. അതിൽ തർക്കമൊന്നും വേണ്ട. അത് സതീശനോട് കൂടുതൽ സ്വീകാര്യരാവാനാണ് സാധ്യത കൂടുതൽ.